everyone. ഇത് നമ്മൾ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ട് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം അതിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസും അതേപോലെ കാർബൺ കോമ്പൗണ്ട്സിൻ്റെ സ്ട്രക്ചറും IUPAC നെയിമിങ് എങ്ങനെ കൊടുക്കണം, ഐസോമെറിസം എന്താണ്, പിന്നെ അവസാനം നമ്മളൊരു ജനറൽ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മൾ പഠിച്ചതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു ജനറൽ ക്വസ്റ്റ്യൻ അവസാനം നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പം ലാസ്റ്റ് വരെ എല്ലാവരും കാണും. നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. A chain having 6 carbon atoms is given below. Complete the structure by adding hydrogen atoms to each carbon atom. അപ്പം നമ്മളടുത്ത് പറഞ്ഞത് എന്താ വെച്ചാൽ ഈ കാർബൺ ചെയിന് നമ്മൾ ഹൈഡ്രജൻ ആറ്റംസ് കൊടുത്തിട്ട് ചെയിന് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പം അതിൽ എളുപ്പ വഴി എന്താ വെച്ചാൽ നമ്മൾ തുടക്കത്തിലുള്ള കാർബണിന്റെ മുകളിൽ എപ്പോഴും എത്ര ഹൈഡ്രജൻ ആറ്റം നമ്മൾ കൊടുക്കണം? കാരണം നമ്മളുടെ കാർബണിന്റെ വാലൻസി 4 ആണ് അല്ലേ, ഇങ്ങനെയാ വരുന്നത്. അപ്പം ഈ വാലൻസി ഓൾറെഡി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എത്ര വാലൻസി ബാക്കിയുണ്ട്? 3 എണ്ണം ബാക്കിയുണ്ട് അല്ലേ. അപ്പൊ ആ 3 എണ്ണം ആരോട് ഷെയർ ചെയ്യും? 3 ഹൈഡ്രജൻ ആറ്റത്തിന്റെ കൂടെ ഷെയർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഇവിടെ എന്ത് എഴുതാം? CH3 എന്ന് എഴുതാം. അതേപോലെ എൻഡിൽ വരുന്ന എല്ലാ കാർബൺ ആറ്റത്തിന്റെ മുകളിൽ നിങ്ങൾ CH3 അവിടെ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. ക്ലിയർ ആയല്ലോ? ഇനി ഈ സെൻട്രലിലുള്ള കാർബൺ ആറ്റം ശ്രദ്ധിക്കാം. അവിടെ ഓൾറെഡി 1, 2, 3 3 വാലൻസി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എത്ര ഹൈഡ്രജൻ കൂടി അവിടെ നമുക്ക് കൊടുക്കാം? ഒരു ഹൈഡ്രജനിലെ കൊടുക്കാൻ പറ്റുള്ളൂ, എന്നാൽ മാത്രമല്ല 4 അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. ശരിയല്ലേ? ഇനി ഈ കാർബൺ ആറ്റം ശ്രദ്ധിക്കുക, 1, 2 2 വാലൻസി ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അപ്പൊ ഇനി 2 എണ്ണം ബാക്കിയുള്ളത് കൊണ്ട് അത് 2 ഹൈഡ്രജൻ ആറ്റം ആയിട്ട് ഷെയർ ചെയ്യും. എവിടെ CH സെയിം അല്ല എവിടെയും? ഇവിടെ എന്തായി? CH2 ആയി. മനസ്സിലായല്ലോ? ഓക്കെ, റൈറ്റ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇതിന്റെ മോളിക്കുലർ ഫോർമുല നമ്മളടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആകെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1, 2, 3, 4, 5, 6 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ C6H ഹൈഡ്രജൻ, ഇതൊരു ആൽക്കേൻ അല്ല, എല്ലാം സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ആൽക്കേന്റെ ഒരു കോമൺ ഫോർമുല വരുന്നത് എന്താ? CnH2n + 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്. 6 2 12, 12 + 2 14 കാർബൺ ആറ്റംസ് വരണം. ഇതാണ് ഇതിന്റെ ശരിക്കുള്ള മോളിക്കുലർ ഫോർമുല. നമുക്ക് വേണമെങ്കിൽ കൗണ്ട് ചെയ്ത് നോക്കാം. 3 + 2 5, 5 + 1 6, 6 + 3 9, 9 + 2 11, 11 + 3 14. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ആൽക്കേനിന്റെ ജനറൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ഇങ്ങനെയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. C6H2 × 6 + 2. Okay. How many carbon atoms are there in the main chain of this compound? എല്ലാ കുട്ടികൾക്കും ഡൗട്ട് വരുന്ന ഒരു പാർട്ടാണ് ഈ നെയിമിംഗിൽ കാർബൺ ആറ്റത്തിന്റെ ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നമുക്കിവിടെ നോക്കാം. 1, 2, 3, 4. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ചെയിൻ ആവൂല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പഠിച്ച റൂൾ എന്താ? ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരണം. അപ്പൊ ഇങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കിയാലോ, 1, 2, 3, 4, 5. അപ്പൊ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കൗണ്ട് ചെയ്തപ്പോൾ 4 ആ വന്നത്. പക്ഷെ നമ്മൾ വളഞ്ഞിട്ട് ഇങ്ങനെ കൗണ്ട് ചെയ്തപ്പോൾ 5 വരുന്നുണ്ട്. അപ്പൊ ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ എപ്പോഴും മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പൊ ഇതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത യൂട്യൂബ് വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്, അത് കാണണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരെ വരാനും പറ്റും. അപ്പൊ ഇവിടെയുള്ള ഇതാണ് ബ്രാഞ്ച്ഡ് ആയിട്ട് വരുന്ന ചെയിൻ. അപ്പം നമ്മളുടെ IUPAC റൂൾ എന്താ? ബ്രാഞ്ചിന് എപ്പോൾ ലോവസ്റ്റ് നമ്പർ വരണം. അപ്പൊ ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 1, 2, 3, 4 and 5. അപ്പൊ തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് നമ്മൾ താഴത്തുനിന്ന് മുകളിലേക്ക് പോകുമ്പോഴുള്ള ബ്രാഞ്ച് വരുന്നെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൗണ്ട് ചെയ്താൽ 1, 2, 3, 4, 5. ഇവിടെ വരുന്നത് തേർഡ് തന്നെ അല്ലെ. തേർഡ് കാർബൺ ആറ്റത്തിന്റെ മുകളിൽ തന്നെയാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പൊ മെയിൻ ചെയിനിന് മുകളിൽ എത്ര വരുന്നുണ്ട് കാർബൺ ആറ്റംസ്? 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. റൈറ്റ് ഇറ്റ്സ് IUPAC നെയിം. ഇതിന്റെ IUPAC നെയിം നമ്മൾക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച് അവിടെ കാണിച്ചിരിക്കണം. 3 തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ ബ്രാഞ്ച് എന്താ? CH3 ആണ്. CH3 ആണെങ്കിൽ ഏതാ ഗ്രൂപ്പ്?
മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ 3 മീഥൈൽ. പിന്നെ റൂൾ എന്താ? ലോങ്സ്റ്റ് കാർബൺ ചെയിനിന്റെ മുകളിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? 5 ഉണ്ട്. 5 ആണെങ്കിൽ പെന്റ് ആണ് നമ്മളുടെ റൂട്ട് വേർഡ് എഴുതേണ്ടത്. പിന്നെ ആൽക്കെയിൻ ആയതുകൊണ്ട് ANE. ഇതിന്റെ ശരിക്കുള്ള പേരെന്താണ്? 3 മീഥൈൽ പെന്റെയിൻ. ക്ലിയർ ആയല്ലോ? ഇനി റൈറ്റ് ഡൗൺ ദ IUPAC നെയിംസ് ഓഫ് ദ ഗിവൺ കോമ്പൗണ്ട്സ്. ഇവിടെയും നേരത്തെ അതേ റൂൾ. നമ്മൾ എപ്പോഴും ബ്രാഞ്ച് വരുന്ന ആ കാർബണിനെ, ഇതാണ് ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റം, ആ കാർബൺ ആറ്റത്തിന്റെ ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്മൾ നമ്പറിങ് കൊടുക്കാൻ. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 and 6. അപ്പൊ ലെഫ്റ്റ് ടു റൈറ്റ് വരുമ്പോൾ 4th കാർബൺ ആറ്റം ആണ്. റൈറ്റ് ടു ലെഫ്റ്റ് പോകുമ്പോൾ 1, 2, 3 ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ ലോവസ്റ്റ് നമ്പർ വരുന്ന ഈ കാർബൺ ആറ്റത്തിന്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ അതാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഈ ആറ്റത്തിന്റെ പേരെന്താണ്? ഇതിന്റെ പേര് വരുന്നത് എന്താ? 3rd കാർബൺ ആറ്റത്തിന് മുകളിൽ മീഥൈൽ ആണ് ബ്രാഞ്ച് വരുന്നത്. ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ എത്ര ആറ്റംസ് വരുന്നുണ്ട്? 1, 2, 3, 4, 5, 6. 6 വരുമ്പോൾ പ്രിഫിക്സ് എന്തായിരിക്കണം? X ആയിരിക്കണം. സിംഗിൾ ബോണ്ട് ആണ് വരുന്നുണ്ട്. ANEയിൽ എൻഡും ചെയ്യണം. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേര് 3 മീഥൈൽ ഹെക്സേൻ. ഓക്കെ. സെക്കൻഡ് വണ്ണിൽ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വരുന്നു. അപ്പൊ IUPAC റൂൾ എന്താ വെച്ചാൽ ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ കിട്ടണം. അപ്പൊ ഇവിടെയും നമ്മൾ റൈറ്റ് ടു ലെഫ്റ്റ് വരുമ്പോഴാണ് ഡബിൾ ബോണ്ട് വരുന്ന ഈ കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വരുന്നത്. അല്ലേ? കൗണ്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ 4th കാർബണിന് 5th കാർബണിന്റെ ഇടയിലാണ് വരുന്നതെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 2nd കാർബണിന്റെ 3rd കാർബണിന്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മളുടെ ലോവസ്റ്റ് നമ്പറിങ് വരുന്ന ഭാഗം. ശരിയല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ പേര് നമ്മൾ കൊടുക്കുമ്പം ഇവിടെയും നമ്മൾ പൊസിഷൻ ഓഫ് ദ സ്റ്റാർട്ടിംഗ് കാർബൺ ആറ്റം അവിടെ നമ്മൾ പറഞ്ഞിരിക്കണം. 2nd, 3rd ഇടയിൽ. അപ്പൊ 2 ആണ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 6 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. ശരിയല്ലേ? അപ്പം ഇതിന് നെയിം കൊടുക്കുമ്പം നിങ്ങൾ എപ്പോഴും കൊടുക്കേണ്ടത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ ലോങ്സ്റ്റ് കാർബൺ ചെയിനിന്റെ പ്രിഫിക്സിന്റെ ഫസ്റ്റ് 3 ലെറ്റേഴ്സ് X. പിന്നെ പൊസിഷൻ ഓഫ് ദ ഡബിൾ ബോണ്ട്, എവിടെയാണ് ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ലോവസ്റ്റ് നമ്പർ 2. പിന്നെ ഡബിൾ ബോണ്ട് വരികയാണെങ്കിൽ അത് ആൽക്കീൻ ആണ്. എൻഡീൻ എങ്ങനെയാണ്? ENEയിലാണ്. അപ്പൊ ഇതിന്റെ പേര് എന്താണ്? Hex2ene ആണ്. ശരിയല്ലേ? ഇനി ഇത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ? ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നത്. അപ്പൊ എന്ത് പേര് വരും? 6 കാർബൺ ആറ്റം വരുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്തിനു കൊടുക്കണം? Xന് കൊടുക്കണം. പിന്നെ എവിടെയാ കാർബണിന്റെ പൊസിഷൻ വരും? ലോവസ്റ്റ് നമ്പർ വരുന്നത് 2nd കാർബൺ ആറ്റത്തിന് 3rd ഇടയിൽ. അപ്പൊ 2nd ആണ് നമ്മൾ കൊടുക്കേണ്ടത്. 2nd, 3rd പോയിന്റ് നമ്മൾ നോക്കേണ്ടത് ട്രിപ്പിൾ ബോണ്ട് ആണ്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുന്നത്? YNEയിലായിരിക്കും. Hex2ine ആണ് അതിന്റെ പേര്. Hex2ine. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമ്മളുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ, CH3, CH2, CH2, COOH. COOH ആണ് വരുന്നത്. അപ്പൊ ഈ COOH എന്ന് പറയുന്നത് എന്താണ്? ഒരു ആസിഡിക് ഗ്രൂപ്പ് ആണ്. അല്ലെ? ആസിഡ് ഗ്രൂപ്പാണ്. ഓർഗാനിക് ആസിഡ് ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങൾ മറക്കാത്ത ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ ആസിഡ് ഗ്രൂപ്പിന്റെ സിയും നിങ്ങൾ കൗണ്ടിങ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് പറഞ്ഞത്, ഒഴിവാക്കരുത്. ആ സിയും നിങ്ങൾ കൺസിഡർ ചെയ്യണം. അപ്പൊ ഇവിടെ ആകെ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? 5 കാർബൺ ആറ്റം വരുന്നുണ്ട്. 1, 2, 3, 4, 5. 5 കാർബൺ ആറ്റം വരുന്നുണ്ട്. അപ്പം പെന്റ് ആണ് അതിന്റെ പ്രിഫിക്സ് നിങ്ങൾ എഴുതേണ്ടത്. പിന്നെ അതൊരു ആസിഡ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ പേര് എഴുതുമ്പോൾ എന്താ എഴുതേണ്ടത്? പെന്റനോയിക്. പെന്റേന്റെ N വരെ എഴുതാം. ഇതിന്റെ പകരം അവിടെ OIC ആസിഡ് എന്ന് എഴുതാം. പെന്റനോയിക് ആസിഡ്. ഓക്കെ, പെന്റനോയിക് ആസിഡ്. ലാസ്റ്റ് വൺ, ഈ CHO ഗ്രൂപ്പ്, ഈ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്നാണ് പറയാം. ഓക്കെ, ആൽഡിഹൈഡ് ഗ്രൂപ്പ്. ആൽഡിഹൈഡ് ഗ്രൂപ്പ് എപ്പോഴും നമ്മൾ എഴുതുമ്പോൾ അവസാനിക്കുന്നത് AL എന്ന് പറയുന്ന ഒരു സഫിക്സോട് കൂടിയാണ്. ഇനി ഇവിടെ നേരത്തെ ഈ ആസിഡ് പറഞ്ഞ പോലെ ഈ സിയും നിങ്ങൾ അതിന് നെയിമിങ് ചെയ്യുമ്പം കൺസിഡർ ചെയ്യണം. അപ്പം ഇവിടെ 3 കാർബൺ ആറ്റം അല്ല ടോട്ടൽ വരുന്നത്, 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അത് നിങ്ങൾ മറക്കാതെ എഴുതുമ്പോൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി ഇപ്പൊ 4 കാർബൺ ആറ്റം വരുമ്പം ബ്യൂട്ട് AN വരെ എഴുതാം.
അതാണ് നിങ്ങളുടെ പ്രിഫിക്സ് വരുന്നത്. ആൽഡിഹൈഡ് ആയതുകൊണ്ട് AL എന്ത് ചെയ്യും? ബ്യൂട്ടനാൽ. ഇതിന്റെ പേരെന്താണ്? ബ്യൂട്ടനാൽ ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, CH3 CH2 CH2 CO CH3. ഇത് CO വരുന്ന കീറ്റോ ഗ്രൂപ്പാണ് വരുന്നത്. CO ഗ്രൂപ്പ്. അപ്പൊ അതിന്റെ പേരെന്താണ്? അപ്പൊ അതിന്റെ നെയിമിങ് എന്താണ് വരിക? അപ്പൊ ഓക്സി എന്ന് പറയുന്ന വേർഡാണ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്സി. ഓക്കെ, ഓക്സി എന്ന പേര് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടി വരും. ഓക്സി. ഓക്കെ, അപ്പം ആ ഗ്രൂപ്പിന് CO വരുന്നത് കീറ്റോ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഇനി ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൺസിഡർ ചെയ്യണം, ഇതിന്റെ നെയിമുകൾ. അപ്പൊ ആകെ എത്ര കാർബൺ ആറ്റം വരുന്നുണ്ട്? 5 കാർബൺ ആറ്റം വരുന്നുണ്ട്. അതൊന്ന് തുടർന്ന് പ്രിഫിക്സ് എന്തായിരിക്കും? പെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ പെന്റൻ എഴുതാം. പിന്നെ പൊസിഷൻ ഓഫ് ദാറ്റ് CO ഗ്രൂപ്പ് സെക്കൻഡ് കാർബണിന്റെ ആറ്റത്തിന് മുകളിലാണ് അല്ലേ? അപ്പൊ പെന്റൻ കീറ്റോന്റെ ONE കൂടെ കൂട്ടിച്ചേർത്താൽ പെന്റൻ 2,1. ഓക്കെ, പെന്റൻ 2,1. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ G. ഇവിടെ ഒരേ കാർബൺ ആറ്റത്തിന് മുകളിൽ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്, 2 ക്ലോറിൻ വരുന്നുണ്ട് അല്ലേ? ഹാലജൻ ഗ്രൂപ്പ് വരുന്നുണ്ട്. അപ്പം ഇവിടെയും നമ്മുടെ ഏറ്റവും ചെറിയ നമ്പർ വരണം ഈ ബ്രാഞ്ച് വരുന്ന അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബണിന് കൗണ്ട് ചെയ്യുമ്പോൾ ലോവസ്റ്റ് നമ്പർ വരുന്നത്. റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കുമ്പോൾ 1 2, ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 ആണ് വരുന്നത്. ഓക്കെ, ഡീറ്റെയിൽസിലേക്ക് വീണ്ടും ഞാൻ പോകുന്നില്ല. അപ്പം 2 വരുന്നുണ്ട്. നിങ്ങൾ 2 ക്ലോറിൻ ആറ്റത്തിന്റെയും പൊസിഷൻ ആദ്യം അവിടെ എഴുതി വെക്കണം. 2,2. രണ്ടും ക്ലോറിൻ ആയതുകൊണ്ട് നിങ്ങൾ ഡൈ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ആഡ് ചെയ്യണം. രണ്ടും ക്ലോറിൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലോറോ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈ ക്ലോറോ. പിന്നെ ലോങ്സ്റ്റ് ചെയിൻ എത്ര കാർബൺ ആറ്റം വരുന്നുണ്ട്? 4 കാർബൺ ആറ്റം വരുന്നുണ്ട്. അപ്പൊ ബ്യൂട്ടേൻ സിംഗിൾ ആയതുകൊണ്ട് ബ്യൂട്ടേൻ. 2,2 ഡൈക്ലോറോ ബ്യൂട്ടേൻ. ഓക്കെ, നെക്സ്റ്റ് വൺ CH3 CH2O CH2 CH3. ഈ O എന്ന് പറയുന്ന വേർഡ് വരുമ്പോൾ ഓക്സി, കാർബോക്സി ഗ്രൂപ്പാണ് അത് വരുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിരുന്നത് എങ്ങനെയത് നെയിം ചെയ്യാന്നുള്ളത്. അപ്പൊ ഇതിന്റെ ലെഫ്റ്റിലും റൈറ്റിലും 2 ആൽക്കൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട് അല്ലെ? ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ 2 കാർബൺ ആറ്റം വരുന്നതുകൊണ്ട് നമ്മൾ അതിനെ ഈത്ത് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് കൊടുക്കുന്നത് അല്ലെ? ഈത്ത് എന്ന് പറയുന്ന പ്രിഫിക്സ് ആണ് കൊടുക്കുന്നത്. ഈത്ത് കഴിഞ്ഞതിന് ഓക്സി, ഈത്തോക്സി. പിന്നെ ഇതിന് ശേഷം വരുന്ന 2 കാർബൺ ആറ്റം ആണ്, രണ്ടിന്റെ ഇടയിലും സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ പേര് കൊടുക്കുമ്പോൾ 2 കാർബൺ ആറ്റം വരുമ്പം ഈത്ത് ആണ് പ്രിഫിക്സ്, സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഈത്തേൻ. അപ്പൊ ഇതിന്റെ പേരെന്താണ്? ഈത്തോക്സി ഈത്തേൻ. നെക്സ്റ്റ് വൺ, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ നമ്പർ ചെയ്യുമ്പം ഡബിൾ ബോണ്ട് വരുന്ന കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വരണം. അപ്പൊ ഇവിടെ ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കുമ്പോഴാണ് സെക്കൻഡിനും തേർഡിനും ഇടയിൽ ഇത് വരുന്നത്. ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 and 3, 2നും 3ന്റെയും ഇടയിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഏത് കാർബൺ ആറ്റത്തിന് മുകളിലാണ് നമ്മളുടെ ബ്രാഞ്ച് വരുന്നത്, അതേപോലെ ഡബിൾ ബോണ്ട് വരുന്നത്. രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? മെൻഷൻ ചെയ്യണം. അപ്പം ഫങ്ഷണൽ ഗ്രൂപ്പാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പേര് 2-methyl. ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ല, ബ്രാഞ്ച് കേട്ടോ. ബ്രാഞ്ച് വരുന്ന മീഥൈൽ ഗ്രൂപ്പാണ്. 2-methyl. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോങ്സ്റ്റ് കാർബൺ ചെയ്യുമ്പോൾ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്? 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അതാണ് പിന്നെ നെക്സ്റ്റ് നിങ്ങളവിടെ മെൻഷൻ ചെയ്യേണ്ടത്, ബ്യൂട്ട്. പിന്നെ ഡബിൾ ബോണ്ട് വരുന്ന കാർബണിന്റെ പൊസിഷൻ. ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് methyl bute to ENE. ഓക്കെ, 2-methyl bute to ENE ആണ് അതിന്റെ പേര്. ഇനി ഇവിടെ നമ്മൾ ഓൾറെഡി അറിയാം, ലോവസ്റ്റ് നമ്പർ കാർബൺ ആറ്റത്തിൽ വരുമ്പോൾ നമ്പർ കൊടുക്കുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ആണ്. ലോങ്സ്റ്റ് കാർബൺ ചെയ്യുന്നത് 1 2 3 4 ഇങ്ങനെ കൗണ്ട് സ്ട്രേറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 4, ബ്രാഞ്ച് ആയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 ഇവിടെ വരുന്നു 4. എങ്ങനെ ചെയ്താലും മാക്സിമം കാർബൺ ആറ്റംസിന്റെ ചെയിൻ വരുന്നത് 4 കാർബൺ ആറ്റംസ് വരുന്നതാണ്. ഓക്കെ, ഇനി ഇതിന്റെ പേര് കൊടുക്കുമ്പോൾ 4 കാർബൺ ആറ്റം ആയതുകൊണ്ട്
നമ്മൾ ആദ്യം ഏതാണ് ബ്രാഞ്ച് വരുന്നത് അത് നമ്മൾ മെൻഷൻ ചെയ്യണം. മീറ്റൈൽ ഗ്രൂപ്പ് ആണല്ലേ CH3, അതിന്റെ പൊസിഷൻ എങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പൊസിഷൻ വരുന്നത് 1 2 3. പിന്നെ ഒരു കാര്യം, നമ്മളിവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത് ആർക്കാണ്? നമ്മളുടെ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ടിനാണ് സ്മോളസ്റ്റ് നമ്പർ വരേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും നടുവിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. ട്രിപ്പിൾ ബോണ്ട് വരുന്നത് മൂന്നാമത്തെ കാർബണിന്റെ മുകളിലാണ്. അപ്പം ബ്രാഞ്ച് വരും. എഴുതുമ്പം നിങ്ങൾ ബ്രാഞ്ച് ആദ്യം എഴുതണം. അപ്പം 3 മീഥൈൽ പിന്നെന്താ ചെയ്യേണ്ടത്? ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 4 ആണ്. അപ്പം ബ്യൂട്ടൈൽ. പിന്നെ പൊസിഷൻ വരുന്നത് ഫസ്റ്റിന് സെക്കൻഡ് നടുവ് ബ്യൂട്ട് 1, ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് അയൺ ബ്യൂട്ട് 1 അയൺ 3 മീഥൈൽ ബ്യൂട്ട് 1 അയൺ ആണ് അതിന്റെ പേര്. ഓക്കെ, write the structural formula of the compounds given below. 2, 3, 3 trimethyl hexane ആണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ കൺസിസ്റ്റ് ഓഫ് 6 കാർബൺ ആറ്റംസ്. അതാദ്യം നമ്മളവിടെ നോട്ട് ചെയ്ത് വെക്കാം. 6 കാർബൺ ആറ്റംസ് ഇതിന്റെ മുകളിൽ വരുന്നുണ്ട്. പിന്നെ 2, 3, സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലും തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിലും നമുക്ക് വരുന്ന എന്താ? മീഥൈൽ ഗ്രൂപ്പാണ്. ട്രൈ മീഥൈൽ പറഞ്ഞാൽ 3 മീഥൈൽ ഗ്രൂപ്പാണ്. ആദ്യം വരുന്ന പൊസിഷൻ സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ. പിന്നെ 3, 3 എന്ന് പറഞ്ഞാൽ തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിലും താഴെയും എന്ത് വരുന്നുണ്ട്? മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്. ഇവിടെ CH3, ഇവിടെ CH3, ഇതിന്റെ മുകളിലും CH3. ഓക്കെ, CH3 ബാക്കി നിങ്ങൾ ഫില്ല് ചെയ്യുക. അവിടെ ഒന്നും ഫില്ല് ചെയ്യാനില്ല, കാരണം ഓൾറെഡി ഇവിടെ 4 കംപ്ലീറ്റ് ആണ്. ഇവിടെ CH, ഇവിടെ 1 2, അപ്പോൾ ഇവിടെ CH2, ഇവിടെ 1 2 ആയതുകൊണ്ട് ഇവിടെ വീണ്ടും CH2. ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഈത്തോക്സി ബ്യൂട്ടേൻ. ഓക്സി എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, നടുവിൽ ഒരു എന്തുണ്ടാവും? O ഉണ്ടാവും. അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വരാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈത്തോക്സി, അപ്പം ആദ്യം ഈത്താണ് വരുന്നത്. ഈത്ത് എന്ന് പറഞ്ഞാൽ എത്ര കാർബണേറ്റ് ആണ്? 2 കാർബണേറ്റ് ആണ്. അത് നമ്മൾ അവിടെ എഴുതി വെച്ചു. ബ്യൂട്ടേൻ എന്ന് പറഞ്ഞാൽ എത്ര കാർബണേറ്റം വരുമ്പോൾ 4 കാർബണേറ്റം വരണം. അപ്പൊ ഇപ്പുറത്ത് 1 2 3 4 കാർബണേറ്റം. ഓക്കെ, അപ്പം ഇതാണ് ഈത്തോക്സി. CH3, CH2, O, പിന്നെ നമ്മളുടെ ബാക്കിയുള്ളത് ഫില്ല് ചെയ്യുക. CH2, CH3. ക്ലിയർ ആയല്ലോ? ബ്യൂട്ടാൻ 2-on. അപ്പൊ അത് കീറ്റോ ഗ്രൂപ്പ് ആണ് വരുന്നത്. സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ ആണ് നമ്മളുടെ ഈ കീറ്റോ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ബ്യൂട്ടാൻ 2-on. ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റം, അത് നമ്മൾ ആദ്യം വരച്ച് വെക്കാം. പിന്നെ സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് കീറ്റോ ഗ്രൂപ്പ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അത് സാധാരണ ഡബിൾ ബോണ്ട് O എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, CH3 1 2 3 4 കാർബൺ അവിടെ ഓൾറെഡി വാലൻസി ഫില്ലായി. ഇവിടെ CH2, CH3. ക്ലിയർ ആയല്ലോ? ഹെക്സൻ 2-ol. OL വരും ആൽക്കഹോൾ ഗ്രൂപ്പാണ്. ഹെക്സാൻ എന്ന് പറയുമ്പം 6 കാർബൺ ആറ്റംസ് അതിൻ്റെ അകത്തേക്ക് വരും. 2 എന്ന് പറയുന്നത് ആ OH ഗ്രൂപ്പിന്റെ പൊസിഷനാണ്. സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് എന്ത് വരുന്നത്? നമ്മളുടെ OH ഗ്രൂപ്പ് വരുന്നത്. 3 4 5 6. ഇവിടെ CH3, ഇവിടെയും CH3, ഇവിടെ മുകളിൽ എന്ത് വരും? ആൽക്കഹോൾ ഗ്രൂപ്പ് OH ഗ്രൂപ്പ് ഇവിടെ വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തേ ഉള്ളൂ? CH ഉള്ളൂ. ഇവിടെ CH2. ക്ലിയർ ആയല്ലോ? ഇനി പെന്റ് 1 അയൺ. പെന്റ് എന്ന് പറയുമ്പം 5 കാർബൺ ആറ്റം. 1 2 3 4 5 കാർബൺ ആറ്റം വരുന്നത്. പെന്റ് 1 അയൺ. 1 അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ YNE എന്ന് പറഞ്ഞ ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നത് അല്ലേ? YNE അവസാനം ആൽക്കൈൻ ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണ്. അപ്പൊ അതിന്റെ മീനിങ് പെന്റ് 1 അയൺ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കാർബൺ ആറ്റത്തിന്റെയും സെക്കൻഡ് കാർബൺ ആറ്റത്തിന്റെ ഇടയിലാണ് എന്ത് വരുന്നത്? അവിടെ ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അപ്പം ഇവിടെ CH ട്രിപ്പിൾ ബോണ്ട്,
സി CH2 CH2 CH3 ഇതാണ് pent1 I എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. പിന്നെ 3-bromo heptane. ഹെപ്റ്റ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? ഹെപ്റ്റ് 7 കാർബൺ ആറ്റം ആണ്. 3-bromo അതായത് ആദ്യം നമ്മൾ 7 കാർബൺ ഇവിടെ വരച്ചു വെച്ചു. 3-bromo മൂന്നാമത്തെ കാർബണിന്റെ മുകളിൽ ബ്രോമിൻ എന്ന് പറയുന്ന ഗ്രൂപ്പാണ് ഫംഗ്ഷൻ ആയിട്ട് വന്നത്. അതിവിടെ എഴുതി. ഇതാണ് നമ്മളുടെ 3-bromo heptane എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇവിടെ CH CH2 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 CH3 ക്ലിയർ ആയല്ലോ? പെൻറ്റനാൽ ആൽഡിഹൈഡ് ആണ്, CH ഗ്രൂപ്പാണ് അല്ലേ? അപ്പം പെൻറ്റനാൽ നമ്മൾ എഴുതുമ്പോൾ പെൻറ്റ എന്ന് പറയുമ്പം 5 CH3 CH2 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 അവസാനം CHO. ഓക്കെ, ഇതാണ് പെൻറ്റനാൽ. The structural formula and IUPAC names of certain compounds are given. Identify the wrong ones and correct them. ഓക്കെ, അപ്പം നമ്മൾ സൈഡിലുള്ള പേര് തിരക്കാൻ അവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ പഠിച്ച പ്രകാരം ഇതിന് നെയിം എന്തായാലും നോക്കാം. അപ്പം നമ്മളിവിടെ നേരെ കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 സ്ട്രെയിറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 കാർബൺ ആറ്റമാണ് വന്നത്. ഇനി നമുക്ക് ഇങ്ങനെ താഴോട്ടേക്ക് നോക്കാം. 1 2 3 4 5 6. അപ്പം ലോങ്സ്റ്റ് കാർബൺ ചെയിൻ ഇങ്ങനെയാണ് വരുന്നത്. 6 കാർബൺ ആറ്റം വരുന്നുണ്ട് അല്ലേ? ഇനി നമ്പറിംഗ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. 1 2 3 4 5 6 ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ 4ാമത്തെ കാർബൺ ആറ്റത്തിന് മുകളിലാണ് ഇവിടെ ബ്രാഞ്ച് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. ഇനി ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പോഴോ 1 2 3 തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് എന്ത് വരുന്നത്? ബ്രാഞ്ച് വരുന്നത്. അപ്പം അതാണ് നമ്മളുടെ കറക്റ്റ് നമ്പറിംഗ് വരുന്നത്. ഓക്കെ, അപ്പം പേര് വരേണ്ടത് എന്താ? 3 ആണ് അല്ലേ? 3 ആണ് അവിടെ വരുന്നത്. 3ാമത്തെ കാർബണും ഏതാ ബ്രാഞ്ച്? CH3 ആണ്, മീഥൈൽ ഗ്രൂപ്പാണ് അവിടെ എന്ത് വരുന്നത്? നമ്മളുടെ ബ്രാഞ്ച് ആയിട്ട് വരുന്നത്. അപ്പം അതിന്റെ പേര് എന്ത് വരണം? 3-methyl. മാക്സിമം എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പം അതിന്റെ പേര്, അതിന്റെ സഫിക്സ് എന്ത് വരണം? മീഥൈൽ ഹെക്സെയിൻ എന്ന് വരും. ഓക്കെ, ആ പേര് ഇവിടെ ഇല്ല. അപ്പം റോങ് വൺസ് കണ്ടുപിടിച്ചാൽ കൊണ്ട് കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇതെന്താണ്? 3-methyl hexane ആണ് വരുന്നത് കറക്റ്റ് പേര്. ഇനി ഇത് സെക്കൻഡ് വൺ. ഇവിടെ CO കീറ്റോ ഗ്രൂപ്പ് ഉണ്ട്. നോക്കാം. 1 2 3 4 5 പെൻറ്റൻ ഉണ്ട് വരുന്നത്. സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുന്നത്. പെൻറ്റൻ 2-on അത് കറക്റ്റ് ആണ്, ഒരു വ്യത്യാസവും ഇല്ല. ഇനി ഇത് 1 2 3 4 5 6 ഹെക്സ് വരുന്നുണ്ട്, അതും ശരിയാണ്. ട്രിപ്പിൾ ബോണ്ട് അയൺ അതും കറക്റ്റ് ആണ്. പക്ഷേ നമ്മളുടെ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ ശ്രദ്ധിക്കാം. ഇവിടെ 1 2 3 ആണ്. അപ്പൊ സെക്കൻഡ് കാർബണിന്റെയും തേർഡ് കാർബൺ ആറ്റത്തിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അപ്പം എവിടെ നിന്നാണോ തുടങ്ങുന്നത് അയാളുടെ നമ്പറാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് റോങ് ആണ്. റോങ് പൊസിഷൻ നമ്പറിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ലോങ്സ്റ്റ് ചെയിൻ എക്സ്, പക്ഷെ അവിടെ വരുന്നത് 2 ആണ്. ഇത് YN. ഇതാണ് ഇതിന്റെ കറക്റ്റ്. മനസ്സിലായല്ലോ? ഇനി ഇവിടെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ ഇവിടെ റൈറ്റ് ടു ലെഫ്റ്റ് വരണം. കാരണം ഫംഗ്ഷൻ ഗ്രൂപ്പിൽ ലോവസ്റ്റ് നമ്പർ വരുന്ന പോലെ. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് കാർബണിന്റെ മുകളിലും താഴെയും പിന്നെ തേർഡ് കാർബണിന്റെ മുകളിൽ ഒന്നും വരുന്നുണ്ട്. അപ്പം സെക്കൻഡ് കാർബൺ ആറ്റത്തിന് നമ്മൾ 2 വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതണം? 2,2 എന്ന് എഴുതണം അല്ലെ? 2,2. പിന്നെ തേർഡ് കാർബൺ ആറ്റത്തിന്റെ മുകളിൽ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പൊസിഷൻ നമ്പർ എഴുതി 3 എന്ത് തന്നെയാണ്? 3 ക്ലോറോ തന്നെയാണ് വരുന്നത്. 3 ആയതുകൊണ്ട് നമ്മളിവിടെ ട്രൈ എന്ന് എഴുതി ചേർക്കണം, ക്ലോറോ. ഇനി ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 1 2 3 4 5. അപ്പം ട്രൈ ക്ലോറോ പെൻറ്റെയിൻ. അപ്പം നമുക്ക് ഇത് തന്നെ ഇതും റോങ് ആണ്. അപ്പൊ ഇതിന്റെ പേര് എന്താ വരുന്നത്? 2,2,3 ട്രൈ ക്ലോറോ പെൻറ്റെയിൻ ആണ് ഇതിന്റെ കറക്റ്റ് നെയിം. മനസ്സിലായല്ലോ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടാണ്.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് 2 കെമിക്കൽ ഫോർമുല തന്നിട്ടുണ്ട്. നിങ്ങളുടെ ചോദിച്ചത് ഇവർ എക്സിബിറ്റ് ചെയ്യുന്ന ഐസോമെറിസം ഏതെന്നാണ്. അപ്പൊ എന്താ ഐസോമർ എന്ന് ക്വിക്ക് ആയിട്ട് ഞാൻ പറഞ്ഞു പോകാം. ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ അകത്തുള്ള ഏതെങ്കിലും ഒന്ന് ഫങ്ഷൻ ഗ്രൂപ്പോ അതിന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഐസോമർ എന്ന് പറയുന്നത്. ഓക്കെ, പൊസിഷനിൽ വരുന്ന മാറ്റങ്ങൾ, പലതരത്തിൽ ഐസോമേഴ്സ് ഉണ്ട്. നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക്. അപ്പം അത് ഏത് ടൈപ്പ് ഐസോമറിസ് ആണ് ഇവിടെ കാണിച്ചതെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം അതിന്റെ കെമിക്കൽ ഫോർമുല നോക്കാം. 1 2 3 4 4 കാർബൺ ആറ്റം ഉണ്ട്. പിന്നെ 3 5 7 10 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 10 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഒരു ഓക്സിജനും വരുന്നുണ്ട്. റഫായിട്ട് എഴുതി വെച്ചാണ് കേട്ടോ. ഇവിടെ 2 3 4 4 കാർബൺ ആറ്റം ഉണ്ട്. 3 5 7 9 9 1 10 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട്. അപ്പോൾ മോളിക്കുലർ ഫോർമുല സെയിം ആണ്. പക്ഷെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാറി. കാർബോക്സി ഗ്രൂപ്പായി. O വന്നു കഴിഞ്ഞാൽ കാർബോക്സി ഗ്രൂപ്പായി. OH വന്നു കഴിഞ്ഞാൽ ആൽക്കഹോൾ ഗ്രൂപ്പായി മാറി. അല്ലേ? അപ്പൊ ഇത് ഏത് ടൈപ്പ് ഐസോമെറിസം ആണ്? ഇത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം എന്ന് പറയും. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമെറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മോളിക്കുലർ ഫോർമുല സെയിം ആണ്, പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആണ്. ആദ്യത്തേൽ കാർബോക്സി ഗ്രൂപ്പാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നെങ്കിൽ രണ്ടാമത്തേൽ ആൽക്കഹോൾ ഗ്രൂപ്പാണ്, OH ഗ്രൂപ്പാണ് എന്ത് വരുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പൊ ഏത് ടൈപ്പ് ഐസോമെറിസം ആണിത്? ഫങ്ഷണൽ ഐസോമെറിസം. ക്ലിയർ ആയല്ലോ? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ മെറ്റാമർ ഓഫ് കോമ്പൗണ്ട്. മെറ്റാമർ എന്താണ്? ഈ മെറ്റാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് 1ന്റെ മെറ്റാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഓന്റെ മുന്നേ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഓന്റെ ശേഷം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. മെറ്റാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഓന്റെ കാർബോക്സി ഗ്രൂപ്പിന്റെ തൊട്ട് മുമ്പിൽ വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൽ വരുന്ന ചേഞ്ച്. അപ്പൊ ഇതിന്റെ മെറ്റാമർ ആണ് എഴുതാൻ പറഞ്ഞത്. അപ്പൊ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ ഒന്ന് മാറ്റി എഴുതാം. അതായത് CH3 അതിന്റെ ശേഷം O എഴുതാം. പിന്നെ CH2 CH2 CH3 എന്ന് എഴുതാം. ഇപ്പം നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? ഈ ഓക്സി ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറ്റിയിട്ടല്ലേ ഉള്ളൂ. പൊസിഷൻ മാറ്റി. അപ്പൊ ഇതിന്റെ പേര്, ഈ ഗ്രൂപ്പിന്റെ പേര് ഈത്തോക്സി ഈഥേൻ ആയിരുന്നു. ഈത്തോക്സി ഈഥേൻ. മോളിക്കുലർ ഫോർമുല രണ്ടിനും സെയിം ആണ്. ഇനി ഇവിടെ ഓക്സി ഗ്രൂപ്പിന്റെ അപ്പുറത്ത് മീത്തേൻ ആണ് വരുന്നത്. അപ്പൊ മീത്തോക്സി ആയി. മീത്തോക്സിന്റെ ശേഷം ഈ ഓന്റെ റൈറ്റ് സൈഡിൽ വരുന്നത് 3 കാർബൺ ആറ്റാണ് അല്ലേ? അപ്പം പ്രോപ്പ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE പ്രൊപ്പെയിൻ. അപ്പൊ ഇതിന്റെ പേര് മീത്തോക്സി പ്രൊപ്പെയിൻ. മുകളിൽ തന്നതിന്റെ ഈത്തോക്സി ഈഥേൻ. അപ്പം ഇതിനാണ് നമ്മൾ മെറ്റാമർ എന്ന് പറയുന്നത്. മെറ്റാമർ എന്ന് പറഞ്ഞാൽ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് a slight change in the position of the functional group. ഓക്കെ, അതായത് ഇത് എവിടെ മാത്രമേ ഉള്ളൂ? കാർബോക്സി CO ഗ്രൂപ്പിന് മാത്രമേ ഇത് നമുക്ക് കാണാൻ പറ്റുള്ളൂ മെറ്റാമറിസം നിങ്ങൾക്ക് പഠിക്കാനുള്ളതിൽ. അപ്പം ഓന്റെ പൊസിഷൻ ഒന്ന് മാറി. അതായത് ഓന്റെ ലെഫ്റ്റിലേക്കുള്ള ആൽക്കൈൽ ഗ്രൂപ്പും റൈറ്റിലേക്കുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലും ഡിഫറൻസ് വരാം. ആ ടൈപ്പ് ഐസോമർ ആണെന്ത്, അല്ല ഐസോമെറിസം ആണെന്ത് നമ്മൾ പോയി കണ്ട മെറ്റാമർ എന്ന് പറയും. ഓക്കെ, ഐസോമറിലെ മെറ്റാമേഴ്സ് എന്ന് പറയും. ക്ലിയർ ആയല്ലോ? ഇനി the structural formula of two compounds are given. Write the IUPAC name of the first compound. IUPAC name of the first compound ആണ് ഇത്. CH3 CH2 CH2 CHO. CHO എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ആണ്. 5 കാർബൺ ആയിട്ടാണ് ടോട്ടൽ വരുന്നത്. എല്ലാത്തിൻ്റെയും നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പം 5 ആണ് വരുന്നുണ്ട് പെന്റ് AN. ഈന്റെ പകരം ആൽഡിഹൈഡിന്റെ AL എഴുതും. ഇതെന്താ? പെന്റനാൽ. These two compounds are isomers. Why? ഈ 2 കോമ്പൗണ്ട്സും ഐസോമർ ആണ്. എന്തുകൊണ്ടാന്ന് പറയും. അപ്പൊ നമ്മളിവിടെ കൗണ്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർബണിന്റെ എണ്ണം 5 കാണാം. ഹൈഡ്രജൻ ആണെങ്കിൽ 3 + 2 5, 5 + 2 7, 7 + 2 9, 9 + 1 10. പിന്നൊരു O വരുന്നുണ്ട്. ഇവിടെ അതേപോലെ തന്നെ 5 കാർബൺ ആറ്റം ഉണ്ട്. 5 7 10. ഹൈഡ്രജന് 10 ഉണ്ട്. ഒരു ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇത് ഐസോമർ തന്നെയാണ് അല്ലെ? ഐസോമർ തന്നെയാണ്. സെയിം മോളിക്കുലർ ഫോമിലാണ് വരുന്നത്, പക്ഷെ സ്ട്രക്ചറിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. ശരിയല്ലേ? അപ്പം ഇവർ ഐസോമർ പറയാൻ കാരണം എന്താ? ദേ ഹാവ് ദ സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ദർ ഇസ്
ഡിഫറൻസിന്റെ സ്ട്രക്ചറൽ ഫോർമുല. അതാണ് അതിന്റെ ആൻസർ വരുന്നത്. വാട്ട് ടൈപ്പ് ഓഫ് ഐസോമെറിസം ഡു ദീസ് കോമ്പൗണ്ട്സ് എക്സിബിറ്റ്? CO എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടു കാർബോക്സി ഗ്രൂപ്പാണ്. ഇവിടെ CHO എന്ന് പറഞ്ഞാൽ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അപ്പൊ ഇവർ കാണിക്കുന്ന ഐസോമെറിസത്തിന്റെ പേര് രണ്ട് ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലേ? ഇത് നമ്മൾ ഫങ്ഷണൽ ഐസോമെറിസം എന്ന് പറയും. ഫങ്ഷണൽ ഐസോമെറിസം. Okay, write the structural formula of the position isomer of the second compound. Second compound ഒരു പൊസിഷൻ ഐസോമർ നമ്മുടെ അടുത്ത് എഴുതാൻ പറഞ്ഞു. പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ COന്റെ പൊസിഷൻ ഒന്ന് മാറ്റാം. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് CH3 CH2 ഇവിടെ CO എന്ന് എഴുതാം, ഇവിടെ CH2 CH3 COന്റെ പൊസിഷൻ മാറ്റി. ഇതാണ് എന്ത്? പൊസിഷൻ ഐസോമർ ഓഫ് ദ സെക്കൻഡ് കോമ്പൗണ്ട്. ക്ലിയർ ആയല്ലോ? ഇനി examine the compounds given below and identify the isomeric pairs. What type of isomerism is shown by each pair? അപ്പോൾ ഇവിടെ ഐസോമിക് പെയർ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ആദ്യം നമുക്ക് തന്നത് മീത്തോക്സി പ്രൊപ്പെയിൻ ആണ്. മീത്തോക്സി പ്രൊപ്പെയിൻ. ഇനി ഇതിന് മാച്ച് ചെയ്ത് വരുന്ന വേറെ ഏതെങ്കിലും ഉണ്ടോ? ഓക്സി വരുന്നത് മീത്തോക്സി, ഇവിടെ ഈത്തോക്സി ഇല്ലേ? അല്ലെ, ഇവിടെ ഈത്തോക്സി ഉണ്ട്, ഇവിടെ മീത്തോക്സി ഉണ്ട്. അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ഐസോമെറിക് പെയർ. പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്താ? മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. ഓക്സി വരുമ്പം ആ O എന്ന് പറയുന്നത് ഉണ്ടാവും. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, ഇപ്പുറത്ത് വരുന്ന കാർബൺ ആറ്റംസിന് ഡിഫറൻസ് ആണ് വരുന്നത്. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഐസോമെറിസം ആണ്? ഇത് മെറ്റാമെറിസം എന്ന് പറയും അല്ലെ? മെറ്റാമെറിസം, അതായത് രണ്ടിന്റെയും ലെഫ്റ്റിനും റൈറ്റിൽ വരുന്ന ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ചേഞ്ച്. അതുകൊണ്ട് ഇവരെന്താണ്? ഇവര് ഫസ്റ്റ് ഐസോമെറിക് പെയർ A ആൻഡ് D. ഇവരുടെ മെറ്റാമർ ആണ് ഇവര് ഷോ ചെയ്യുന്നത്. മെറ്റാമെറിസം എന്ന് പറയുന്ന ഒരു ഐസോമെറിസമാണ്. ഓക്കെ, മെറ്റാമെറിസം. ഇനി ഐസോമെറിക് പെയർ 1 നമുക്ക് കിട്ടി. ഐസോമെറിക് പെയർ 2 നോക്കാം. പ്രൊപ്പാൻ 1 ഓൾ, പ്രൊപ്പാൻ 1 ഓൾ, പ്രൊപ്പാൻ 2 ഓൾ, പിന്നെ ഡയമീഥൈൽ ബ്യൂട്ടൈൻ, ഇനി ബാക്കിയുള്ളത് ഹെക്സെയിൻ. ഡയമീഥൈൽ ബ്യൂട്ടൈനും ഹെക്സെയിനും. ഡൈമീഥൈൽ ബ്യൂട്ടൈൻ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ, പിന്നെ ഹെക്സെയിൻ ആണ് വരുന്നത്. അപ്പൊ ഡൈമീഥൈൽ ബ്യൂട്ടൈൻ അവിടെ നിന്ന് ശരിക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മീഥൈൽ ഗ്രൂപ്പ് വരുന്നുണ്ട്, അതായത് രണ്ട് കാർബൺ ആറ്റം വരുന്നുണ്ട്. ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര കാർബൺ ആറ്റംസ് ആണ്? 4 അല്ലേ? അപ്പൊ ഇവിടെ 4+2 ടോട്ടൽ എത്ര ഉണ്ട്? 6 കാർബൺ ആറ്റംസ് ഉണ്ട്. ഹെക്സെയിനും 6 കാർബൺ ആറ്റം അല്ലേ? അപ്പൊ ഇവിടെ സെക്കൻഡ് ഐസോമെറിക് പെയർ ഏതാ? B ആൻഡ് F. അപ്പൊ ഇവരുടെ ഐസോമെറിസം ഏതായിരിക്കും? ചെയിൻ ഐസോമെറിസം. ചെയിനിൽ വരുന്നത് സ്ട്രക്ചറൽ ഫോർമുലയിൽ ചെയിനിൽ വ്യത്യാസം ഉണ്ടാവും, നമ്മളുടെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. ഓക്കെ, ചെയിനിൽ വരുന്ന വ്യത്യാസം മാത്രം. അതാണ് എന്ത്? ചെയിൻ ഐസോമെറിസം എന്ന് പറയും. ഇനി ഐസോമെറിക് പെയർ 3 ആരാ ബാക്കിയുള്ളത്? ഐസോമെറിക് പെയർ 3 ബാക്കിയുള്ളത് C ആൻഡ് E ആണ് അല്ലെ? പ്രൊപ്പാൻ 1 ഓളും പ്രൊപ്പാൻ 2 ഓളും. ഇവിടെ ഒറ്റ വ്യത്യാസമുള്ളൂ, ഇതിന്റെ OH ഗ്രൂപ്പിന്റെ പൊസിഷനിൽ വരുന്ന വ്യത്യാസം. അപ്പം ഇത് ഏത് ടൈപ്പ് ഐസോമെറിസം ആണ്? പൊസിഷൻ ഐസോമെറിസം. ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ വാച്ച് ചെയ്യണം. ഓക്കെ, ഇനി ഇതാണ് നമ്മളുടെ അവസാനത്തെ ചോദ്യം. അതായത് നിങ്ങൾ ഇതുവരെ പഠിച്ചതിന്റെ ജസ്റ്റ് ഒരു റീക്യാപ്പ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടി. A student assigned the name 2-ethyl 3-methyl pentane to an organic compound. Write the structural formula of the compound and verify if the name given is correct. 2-ethyl 3-methyl pentane. അങ്ങനെ നടക്കുമോ? അതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പൊ പെൻറ്റെയിൻ എന്നാണ് പറഞ്ഞത്. പെൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ കാർബൺ ചെയിനിൽ 5 കാർബൺ ആറ്റംസ് വരണം. 2-ethyl രണ്ടാമത്തെ കാർബണിന്റെ മുകളിൽ 2 കാർബൺ വരണം അല്ലെ? അതാണ് 2-ethyl എന്ന് പറയുന്നത്. 3-methyl മൂന്നാമത്തെ കാർബൺ ആറ്റത്തിന്റെ മുകളിൽ 1 കാർബൺ ആറ്റം വരണം. അപ്പൊ ഇങ്ങനത്തെ ഒരു കോമ്പൗണ്ട് പോസിബിൾ ആണോ എന്നാണ് ചോദിച്ചത്. നോക്കാം. നമ്മളുടെ റൂൾ പ്രകാരം ഒരു കാർബൺ ആറ്റം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ലോങ്സ്റ്റ് ചെയിൻ ഏതാകുന്ന ആദ്യം കണ്ടുപിടിക്കണം. ഇവിടെ കണ്ടാൽ തന്നെ അറിയാം ലോങ്സ്റ്റ് കാർബൺ ആറ്റം വരും 1 2 3 4
5 6 ആണ്, ഹെക്സ് ആണ് വരുന്നത് അല്ലേ? ഹെക്സ് ആണ് വരുന്നത്. ആ ഹെക്സിൽ തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഫോർത്ത് കാർബൺ ആറ്റത്തിന് മുകളിൽ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പം ഈ കുട്ടി എഴുതിയ ഇത് തെറ്റാണ്. ഇങ്ങനെ ഒരു കോമ്പൗണ്ട് പോസിബിൾ അല്ല. നെയിം ഇസ് ഗിവൺ കറക്റ്റ്. ഇഫ് ഇൻകറക്റ്റ് റൈറ്റ് ദ കറക്റ്റ് നെയിം ഓഫ് ദ കോമ്പൗണ്ട്. കോമ്പൗണ്ടിന്റെ കറക്റ്റ് നെയിം എഴുതാൻ പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിലും ഫോർത്ത് കാർബൺ ആറ്റത്തിന് മുകളിലും മീഥൈൽ ഗ്രൂപ്പാണ് വരുന്നത് അല്ലേ? അപ്പൊ 3,4 രണ്ടിന്റെ മുകളിൽ വരുന്ന ഗ്രൂപ്പ് എന്താണ്? മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഡൈ മീഥൈൽ. എത്ര കാർബൺ ആറ്റം ഉണ്ട്? 6 കാർബൺ ആറ്റംസ് ഉണ്ട്. സിംഗിൾ ബോണ്ട് ആണ് എല്ലാത്തിലും. അപ്പൊ ഹെക്സെയിൻ. ക്ലിയർ ആയല്ലോ? Record the structural formula of all the possible isomers of the compound in your science diary along with the IUPAC name. Mention the type of isomerism they exhibit. ഇത് നിങ്ങൾക്കുള്ളൊരു വർക്കാണ്. നിങ്ങൾ ചെയ്തു നോക്കാം. ചെയ്തു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഇതോടെ കഴിഞ്ഞു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.